നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാർത്ഥനായോഗങ്ങൾ ദൈവസംസർഗങ്ങളുടെ കേന്ദ്രങ്ങളാകണം. പരിശുദ്ധ കാതോലിക്ക ബാവ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഖില മലങ്കര പ്രാർത്ഥനായോഗങ്ങളുടെ വാർഷിക സമ്മേളനം പാമ്പാക്കുട സെൻറ് ജോൺസ് എഫേസൂസ് വലിയ പള്ളിയിൽ പരിശുദ്ധ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. പ്രാർത്ഥനായോഗങ്ങളിൽ യുവാക്കന്മാരുടെ സാന്നിധ്യം കൂടുതലായി ഉണ്ടാകണമെന്നും ലഹരിക്കും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയുടെ വിമോചനം ലക്ഷ്യമാക്കി പ്രാർത്ഥനായോഗങ്ങൾ പ്രവർത്തിക്കണമെന്നും പരിശുദ്ധ ബാവ ഉദ്ബോധിപ്പിച്ചു. അഭിവന്യ ഡോക്ടർ സക്കറിയ മാർ സേവേറിയോസ് തിരുമേനി ക്ലാസ് നയിച്ചു. അഭിവന്യ യൂഹാനോൻ മാർ പോളികാർപ്പോസ് തിരുമേനി, വെരി റവറൻ ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട് റീച്ച് കോറപ്പിസ്കോപ്പ, കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ബിജു മാത്യു പ്രക്കാനം, കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ മത്തായി കുന്നിൽ, ഫാദർ ഡോക്ടർ തോമസ് ജോൺ ചകിരിയിൽ, ഫാദർ ടോം തോമസ്, സെക്രട്ടറി ഐസക് തോമസ്, ട്രഷറർ പി എസ് ജോർജ്, ഓർഗനൈസിംഗ് സെക്രട്ടറി വർഗീസ് കരിപ്പാടം എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിൽ അകത്തും പുറത്തു നിന്നുമായി 1000-ലധികം അംഗങ്ങൾ സംബന്ധിച്ചു. പരിപാടികളുടെ വിജയത്തിനായി വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചിരുന്നു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം മലങ്കര സഭയും ആചരിച്ചു. ലഹരി ഉപയോഗം കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് ബോധവൽക്കരണം നൽകേണ്ടത് പരിശുദ്ധ സഭയുടെ ദൗത്യമാണ്. അന്നേ ദിവസം പരിശുദ്ധ സഭയുടെ ഇടവകകൾ, സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മലങ്കര സഭാ വിശ്വാസികളുടെ മനസ്സിലെ ആ കറുത്ത ദിനം ജൂൺ 27 കടന്നുപോയി. മലങ്കര സഭയിൽ പരിശുദ്ധ അന്ത്യോക്യൻ പാത്രിയർക്കീസ് നടത്തിയ വേദവിപരീതത്തിൻ്റെ 54 വർഷങ്ങൾ തികഞ്ഞു. 1970 203 നമ്പർ കൽപ്പനയിലൂടെ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായ്ക്ക് പട്ടത്വവും സിംഹാസനവുമില്ല എന്ന 20-ാം നൂറ്റാണ്ടിലെ വേദവിപരീതവുമായി യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് കൽപ്പന ഇറക്കിയിട്ട് ജൂൺ 27 54 വർഷം തികഞ്ഞു. അന്നു മുതൽ മലങ്കര സഭയുടെ സമാധാനാന്തരീക്ഷം തകർക്കപ്പെട്ടു. നാളിതുവരെ പിന്നീട് ആ സ്ഥാനത്ത് വന്ന 2 പാത്രിയർക്കീസന്മാരും അത് തിരുത്തിയതായി അറിവില്ല. അന്ത്യോക്യൻ പാത്രിയർക്കീസ് നാളിതുവരെ മലങ്കര സഭയോട് ചെയ്തു വന്നത് കൊടിയ വഞ്ചനകൾ മാത്രം. പരിശുദ്ധ സഭയുടെ സാമ്പത്തികം ഏതു വിധേനയും തങ്ങളുടെ അധികാരപരിധിയിൽ ആക്കുക എന്ന ഗൂഢലക്ഷ്യമായിരുന്നു എല്ലാത്തിനും പിന്നിൽ. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാൽ മലങ്കരയിൽ നാളിതുവരെയും മലങ്കര സഭാപിതാക്കന്മാരുടെ ദീർഘവീക്ഷണവും പ്രാർത്ഥനയും കൊണ്ട് ഒന്നും സാധ്യമായില്ല. മലങ്കര സഭയിൽ പാത്രിയർക്കീസിൻ്റെ അധികാരം അസ്തമയ ബിന്ദുവിൽ ആയിരിക്കുമ്പോഴും ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ച് സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്ന പ്രവൃത്തികളാണ് യാക്കോബ് തൃതീയൻ മുതൽ ഇപ്പോഴത്തെ കരീം പാത്രിയർക്കീസ് വരെ ചെയ്തു പോരുന്നത്. കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ അഭിവന്യ ജോസഫ് മാർ ദിവന്നാസ്യൂസിൻ്റെയും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദീൻ കാതോലിക്ക ബാവയുടെയും സ്മരണാർത്ഥം അഭയഭവൻ എന്ന നാമത്തിൽ വയോജന കേന്ദ്രം സമാരംഭിക്കുന്നു. വാർദ്ധക്യം ആനന്ദപൂർണ്ണമായി ആസ്വദിക്കുവാനും വൃദ്ധർക്ക് ധൈര്യം നൽകി പുതുജീവൻ നൽകുവാനുമായി കുന്നംകുളം ഭദ്രാസനത്തിലെ വയോജന മന്ദിരമായ അഭയഭവനിലൂടെ സാധ്യമാകുന്നു. അശരണരെ കരുതുവാനും മുതിർന്നവരെ ആദരിക്കുവാനും സഭ ബാധ്യസ്ഥമാണ് എന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. കരികുളം സെൻറ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ ഇടവക ദിനത്തോടനുബന്ധിച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ഇടവകയിലെ 70 വയസ്സിന് മുകളിലുള്ളവരെ ആദരിച്ചു. ദൈവം നൽകിയ ആയുസ്സും സമ്പത്തും ആരോഗ്യവും നമ്മൾ മറ്റുള്ളവരെ കരുതുവാനും മുതിർന്നവരെ ആദരിക്കുവാനും ഉപയോഗിക്കണമെന്നും സ്വർഗീയ സിംഹാസനത്തിൽ ഭൂമിയിലെ ഓരോ പുഞ്ചിരി പോലും വലിയ നിക്ഷേപമായിരിക്കുമെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ ഓർമ്മിപ്പിച്ചു. വികാരി ഫാദർ ആബോസ് കറിയ OIC അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോൺ സാമുവേൽ, ഫാദർ സൈമൺ ജേക്കബ്, ഡോക്ടർ റോബിൻ പി മാത്യു, ശ്രീ MB ഫിലിപ്പ്, ശ്രീ രാജൻ ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും നടത്തപ്പെട്ടു. ഇതോടൊപ്പം ഇടവകയിൽ സഹോദരൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടവകാംഗത്തിന് നിർമ്മിച്ചു നൽകിയ ഭവനത്തിൻ്റെ കൂദാശയും പരിശുദ്ധ കാതോലിക്ക ബാവ നിർവഹിച്ചു. പോത്താറയിൽ വന്യ ദിവ്യശ്രീ PU കുര്യാക്കോസ് കോറപ്പിസ്കോപ്പായെക്കുറിച്ച് സഖറിയ പെരുമ്പടവൻ തയ്യാറാക്കിയ പൗരോഹിത്യത്തിൻ്റെ ജ്ഞാനഗോപുരം എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രകാശന കർമ്മം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അഭിവന്യ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിക്ക് നൽകി നിർവഹിച്ചു. അഭിവന്യ യൂഹാനോൻ മാർ പോളികാർപ്പോസ് തിരുമേനിയും സന്നിഹിതനായിരുന്നു.
അഭിവന്യ മെട്രോപൊളിറ്റൻ ഡാനിയൽ ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭയുടെ പുതിയ പാത്രിയർക്കീസായി ചുമതലയേറ്റു. ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭയുടെ പുതിയ തലവനായി മെട്രോപൊളിറ്റൻ ഡാനിയൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂൺ 30 സഭാസ്ഥാനത്ത് 3 മെത്രാപ്പൊലിത്തന്മാരുടെ അന്തിമ പട്ടികയിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് പുതിയ പാത്രിയർക്കീസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2024 മാർച്ച് 13 പാത്രിയർക്കീസ് നിയോഫ്യറ്റ് കാലം ചെയ്തതിനെ തുടർന്നാണ് പുതിയ പാത്രിയർക്കീസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് സഭ കടന്നത്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ വിഭാഗത്തിൽപ്പെടുന്ന സഭയാണ് ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭ. 1951 ബൾഗേറിയൻ സഭയിൽ പാത്രിയർക്കീസ് സ്ഥാനം പുനഃസ്ഥാപിക്കപ്പെട്ടത്. പാട്രിയാർക്ക് ഓഫ് ഓൾ ബൾഗേറിയ ആൻഡ് മെട്രോപൊളിറ്റൻ ഓഫ് സോഫിയ എന്നതാണ് പാത്രിയർക്കീസിൻ്റെ സ്ഥാനം. ജൂൺ 30 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തപ്പെട്ടു. പുതിയ പാത്രിയർക്കൽ വാഴ്ചയിൽ മലങ്കര സഭ സഹോദരി സഭയ്ക്ക് എല്ലാ ആശംസകളും നേർന്നു. 50 വർഷത്തിലധികമായി ഓർത്തഡോക്സ് പാത്രിയർക്കീസ് വിഭാഗത്തിൻ്റെ തർക്കം മൂലം പൂട്ടിക്കിടക്കുന്ന മുഖത്തല സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സന്ദർശിച്ചു. കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ്, ഭദ്രാസന സെക്രട്ടറി ഫാദർ P.T. ഷാജൻ, ഇടവക വികാരി ഫാദർ മാത്യു എബ്രഹാം തലവൂർ എന്നിവരും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും കൗൺസിൽ അംഗങ്ങളും ഇടവക അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ അപ്പോസ്തോലനും മലങ്കര സഭയുടെ കാവൽപിതാവുമായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറോനോ സെയിൻറ് തോമസ് ഡേ ജൂലൈ 3 മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും ഭക്തിപുരസ്സരം ആചരിച്ചു. ആരോഗ്യ സംരക്ഷണത്തിലും വിദ്യാഭ്യാസത്തിലും ഇന്ത്യ-റഷ്യ ഇന്റർചർച്ച് സഹകരണം ശക്തമാകുന്നു. 2019 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ റഷ്യയിലേക്കുള്ള ചരിത്ര സന്ദർശനം ഒരു സുപ്രധാന ബന്ധത്തിന് തുടക്കം കുറിച്ചു. ഈ സന്ദർശനം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണത്തിന് അടിത്തറ പാകി. തുടർന്ന് 2023 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ റഷ്യ സന്ദർശിക്കുകയും മോസ്കോയിലെയും ഓൾ റഷ്യയിലെയും പരിശുദ്ധ പാത്രിയർക്കീസ് കിറിലുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ സന്ദർശനവേളയിലെ ചർച്ചകളുടെ ബാക്കിയായി 2024 സെൻറ്റ് അലക്സിസ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ, റഷ്യയിൽ നിന്നുള്ള വിശിഷ്ട ഡോക്ടർമാർ, വൈദികർ എന്നിവരുടെ ഒരു സംഘം സെൻറ്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സന്ദർശിച്ചപ്പോൾ പരസ്പര സഹകരണത്തിൻ്റെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് പിന്നിട്ടത്. പരുമല ഹോസ്പിറ്റലിലെ മെഡിക്കൽ വിദഗ്ധരുമായി റഷ്യൻ മെഡിക്കൽ വിദഗ്ധരും പരുമല ഇൻ്റർനാഷണൽ ക്യാൻസർ സെൻ്റർ പ്രവർത്തനവും ചികിത്സാരീതികളും അടുത്തറിയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് മലങ്കര സഭയിൽ നിന്നും 2024 ജൂണിൽ പരുമല ഹോസ്പിറ്റൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫാദർ MC പൗലോസ്, സെക്രട്ടറി ഓഫ് എക്യുമെനിക്കൽ റിലേഷൻസ് ഫാദർ അശ്വിൻ ഫെർണാണ്ടസ് എന്നിവരും സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർമാരും അടങ്ങിയ പ്രതിനിധി സംഘം റഷ്യൻ ആശുപത്രികൾ, നഴ്സിംഗ് കോളേജുകൾ, പാലിയേറ്റീവ് കെയർ സെൻ്ററുകൾ എന്നിവ സന്ദർശിച്ചു. ഇരു സഭാ പ്രതിനിധികളും നടത്തിയ മെഡിക്കൽ പ്രൊസീജിയറുകളുടെ സെഷനിൽ പരസ്പരം അറിവും വൈദഗ്ധ്യവും പങ്കുവച്ചു. ഈ സന്ദർശനങ്ങളും സഹകരണങ്ങളും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അടിവരയിടുന്നു. ആരോഗ്യ സംരക്ഷണത്തിലും വിദ്യാഭ്യാസത്തിലും ഭാവിയിലെ സംയുക്ത ശ്രമങ്ങൾക്ക് കൂടുതൽ ഊർജവും പകർന്നു. ചെറിയനാട് ഇളയിടത്ത് സിസ്റ്റേഴ്സ് ലവ്ലി ഹോമിൻ്റെ കൂദാശയും ഉദ്ഘാടനവും നടത്തപ്പെട്ടു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സാമൂഹിക ക്ഷേമ പ്രവർത്തന പദ്ധതികളുടെ ഭാഗമായി ചെറിയനാട് ഇളയിടത്ത് സിസ്റ്റേഴ്സ് ലവ്ലി ഹോമിൻ്റെ കൂദാശയും ഉദ്ഘാടനവും ജൂൺ 30 ഞായറാഴ്ച നടത്തപ്പെട്ടു. ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി കൂദാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭദ്രാസന സെക്രട്ടറി ഫാദർ P.K. കോശിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ശ്രീ വിവേക് ആശംസകൾ നേർന്നു. ഭദ്രാസന വൈദികർ, കൗൺസിൽ അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ലവ്ലി ഹോമിൻ്റെ പ്രൊജക്ട് ഭാരവാഹികൾ, ആത്മീയ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ സംബന്ധിച്ചു. കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ കബറടങ്ങിയിട്ടുള്ള മലങ്കര സഭയുടെ പകലോമറ്റം കുടുംബത്തിലെ അർക്കദിയാക്കോൻ 7-ാം മാർത്തോമായുടെ 215-ാം ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ജൂലൈ 4-5 ദിവസങ്ങളിൽ
ഭക്തിപുരസ്സരം ആചരിച്ചു. ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങളും റാസയും ശ്ലൈഹിക വാഴ്വും കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനി മക്കോടിയ അഭയനികേതൻ മിഷൻ സെൻ്റർ സന്ദർശിച്ചു. സന്ദർശനവേളയിൽ അഭിവന്യ തിരുമേനി മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും മിഷൻ്റെ തുടർച്ചയായ വളർച്ചയും വികസനവും ഉറപ്പാക്കുവാനും ഒരു പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. കൂടാതെ ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ സ്തേഫാനോസ് മാർ തേവോദോസ്യോസ് ജന്മശതാബ്ദി പദ്ധതികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി. ദേശീയ ഡോക്ടേഴ്സ് ദിനാഘോഷവുമായി പരുമല ആശുപത്രി CEO ഫാദർ MC പൗലോസിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് ഡോക്ടേഴ്സ് ദിന സന്ദേശം നൽകി. യോഗത്തിൽ ആശുപത്രി ഫിനാൻസ് കോർഡിനേറ്റർ ഫാദർ തോമസ് ജോൺസൺ കോറപ്പിസ്കോപ്പ, ചാപ്ലിൻ ഫാദർ ജിജു വർഗീസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എബിൻ വർഗീസ്, മെഡിക്കൽ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ മുകേഷ് സി നായർ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഡോക്ടർമാരുടെ വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യോൽപാദന യൂണിറ്റായ നിറവെന്ന സ്ഥാപനത്തിൽ മായമില്ലാത്ത ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത ഭക്ഷണപലഹാരങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി വിൽക്കപ്പെടുന്നു. കഴുകി ഉണക്കിയ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആട്ടിയ വെളിച്ചെണ്ണ എന്നിവയും വിൽക്കപ്പെടും. ഓർഡർ അനുസരിച്ച് ഉൽപ്പന്നങ്ങൾ കൊടുക്കപ്പെടും. കൂടുതൽ വിവരങ്ങൾക്ക് 8078735215 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡൽഹി ഭദ്രാസനത്തിലെ ശാന്തിഗ്രാം പ്രൊജക്റ്റിൻ്റെ ചുമതല ഏറ്റെടുത്ത ഫാദർ അഭിലാഷ് ടി ഐസക്കിന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.